Stay tuned to Kids Corner and set free from all tensions and worries. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാതാപിതാക്കൾ അറിയുമ്പോൾ ഞാനത് അനുസരിക്കണം. അത് ദൈവം തന്ന സ്വാതന്ത്ര്യം ഇല്ലാണ്ടാക്കലല്ലേ. അപ്പോൾ കൂട്ടാ കുറച്ച് നേരമായിട്ട് നിന്റെ ചിന്തകൾ കുറച്ച് കാട് കയറി തന്നെയുണ്ട്. നീല്ലേ ക്ലാസ് എടുക്കാണ്ട് കാര്യം പറ. മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് നിനക്ക് പണ്ട് പോലും അറിയാനുള്ള കാര്യമില്ലേ? നീ ഒന്ന് ചിന്തിക്ക്. നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണോ അവർ പറയാറുള്ളത്? നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്കിൾക്ക് മാത്രം ഉത്തരം പറയാൻ പറ്റുള്ളൂ. നീ എന്നെ കൺഫ്യൂഷൻ ആക്കാതെ അങ്കിളുടെ അടുത്തേക്ക് പോ. ഹലോ, ഞാൻ ഷാമിൻ. ഇന്നത്തെ ഈ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ അപ്പുക്കുട്ടനും തോമസ് കുട്ടിക്കും എന്തൊക്കെ സംശയങ്ങളാണല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സംശയം ഉണ്ടാകുന്നത് നല്ലതാണോ? സംശയിക്കണ്ട, അത് നല്ലത് തന്നെയാണ്. നമ്മൾക്ക് ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനോട് കുറച്ചും കൂടെ വിശ്വാസം ഉണ്ടാവും അല്ലേ. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മളുടെ ഈ സംശയങ്ങൾ ആരോട് നമ്മൾ പോയി ചോദിക്കുന്നു? നമ്മളുടെ സഭ അംഗീകരിച്ചവർ, അതായത് നമ്മളുടെ കാറ്റക്കിസം ടീച്ചേഴ്സ്, നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ, നമ്മുടെ മാതാപിതാക്കന്മാർ, ഗുരുക്കന്മാർ. കാര്യം അവരൊന്നും ഒരിക്കലും നമുക്ക് തെറ്റായ ഇൻഫർമേഷൻ തരില്ല. നമുക്ക് ഇന്നിപ്പോൾ നമ്മളുടെ അങ്കിളാണ് ഉള്ളത്. നമുക്ക് അങ്കിളുടെ അടുത്തേക്ക് പോവാം ഇന്നത്തെ സംശയങ്ങൾ തീർക്കാനായിട്ട്. അതിന് മുമ്പ് ഇന്നത്തെ വചനവും സുഗ്രജപവും പഠിക്കാം. ഇന്നത്തെ വചനം കൊളോസോസ് 3:20 കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, ഇത് കർത്താവിന് പ്രീതികരമത്രേ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, ഇത് കർത്താവിന് പ്രീതികരമത്രേ. ഇനി സുകൃത ജപം. കർത്താവെ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. കർത്താവെ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്കിൾ, ഇന്ന് ഞങ്ങളുടെ സംശയം അനുസരണത്തെക്കുറിച്ചാണ്. ഇവർക്ക് കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ അങ്കിളെ, ഞങ്ങൾ എന്തിനാണ് മാതാപിതാക്കളെ അനുസരിക്കുന്നത്? കുട്ടികളെന്ന നിലയിൽ നമ്മൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പൗലോസ്ലീഹ എഫേസുസുകാർക്ക് ഇത് ലേഖനത്തിൽ പറയുന്നൊരു വചനം അങ്കിൾ ഓർമ്മിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ ഒരു വചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. കുട്ടികളെ, നിങ്ങൾ കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ഈ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം ജീവിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യമായിട്ട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കൽപ്പനകൾ ഓർമ്മയില്ല. അതിൽ 4-ാമത്തെ കൽപ്പന എന്താണ് പറയുന്നത്? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അപ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന കൽപ്പനയുടെ ഭാഗമാണ് നമ്മൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈശോ പോലും നസ്രത്തിലെ കുടുംബത്തിൽ ഈശോ ദൈവപുത്രനായിരുന്നു. എന്നിട്ടും ഈശോ തൻ്റെ മാതാപിതാക്കളെക്ക് വിധേയനായി ജീവിച്ചു, അനുസരണമുള്ളവനായി ജീവിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ദൈവം ആരെയാണ് വളർത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത്? മാതാപിതാക്കന്മാരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്നുള്ളത്. കുട്ടികളെന്ന നിലയിൽ നമ്മൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു, കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാരെ വഴിയായി നമുക്ക് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുട്ടികളെന്ന നിലയിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് മക്കൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്കിളെ, അനുസരണം ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുമോ? ഓക്കെ. നമ്മൾ ഒരു കാര്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതായി നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം പറയുന്നത് നമ്മൾ അനുസരിക്കില്ലേ? അപ്പോൾ നമ്മോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ സ്വീകരിക്കും. നമ്മളോടുള്ള ഇഷ്ടത്തെ പ്രതിയാണ് ദൈവം പല കാര്യങ്ങളും നമുക്ക് അനുസരിക്കാനായിട്ട് നമുക്ക് നൽകുന്നത്. അപ്പോൾ മൂർച്ചയുള്ള ഒരു കത്തി ഒരു കുഞ്ഞെടുത്താൽ അമ്മ ഓടിച്ചെന്നത് വാങ്ങിക്കും കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന്.
കുഞ്ഞിനത് ആ കത്തി ഉപയോഗിച്ചാലുള്ള അപകടത്തെക്കുറിച്ച് കുഞ്ഞിന് അറിയില്ല. പിന്നീടാണ് കുഞ്ഞിന് മനസ്സിലാകുക. അതുകൊണ്ട് ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ റെഡ് സിഗ്നൽ കണ്ടാൽ നമ്മൾ വണ്ടി നിർത്തും, അല്ലേ? നമുക്ക് വണ്ടി ഓടിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തിനാണ് വണ്ടി നിർത്തുന്നത്? നമ്മൾ ആ നിയമം അനുസരിക്കുന്നതിന് വേണ്ടിയാണ്, നമുക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. നമ്മൾ ആ സിഗ്നൽ അനുസരിക്കാതെ വണ്ടി എടുത്താലോ നമുക്ക് അപകടങ്ങൾ വരാനും, നമ്മുടെ ജീവനും അപകടം വരാം, മറ്റ് മനുഷ്യരുടെ ജീവിതത്തിനും അതുകൊണ്ട് അപകടങ്ങളുണ്ടാകും. അതുകൊണ്ട് ജീവിത നിയമങ്ങൾ പോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പരീക്ഷ അടുക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മളോട് പഠിക്കാൻ പറയും. അപ്പോൾ നമ്മൾ പഠിക്കാതെ മുഴുവൻ സമയം കളിച്ച് നടന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് തന്നെ പരീക്ഷയിൽ മാർക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആണ് ദൈവം നമുക്ക് ചില നിയമങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാനും ആത്മീയ ജീവിതത്തിൽ മുന്നേറാനുമൊക്കെ ജീവിത നിയമങ്ങൾ നൽകിയിട്ടുള്ളത്. അത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടലല്ല. സത്യത്തിൽ അത് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആയിരിക്കുക, അവർ പറയുന്നത് അനുസരിക്കുമ്പോൾ ഒരു കുഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ ആണോ അത്? ഞങ്ങൾ ആരോഗ്യം അനുസരിക്കേണ്ടത്? തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരെ ഞങ്ങൾ അനുസരിക്കണമോ? വളരെ നല്ലൊരു ചോദ്യമാണത്. കുട്ടികളെന്ന നിലയിൽ നമ്മൾ ഒന്നാമതായി ദൈവത്തെ അനുസരിക്കണം. അതുപോലെ തന്നെ ദൈവം നമ്മളെ ഉത്തരവാദിത്വത്തോടെ വളർത്തി വലുതാക്കാൻ ഏൽപ്പിച്ച മാതാപിതാക്കളെയും നമ്മുടെ ആത്മീയ പിതാക്കന്മാരെയും മറ്റ് കുഞ്ഞുങ്ങളുടെ നന്മ കാംക്ഷിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ ധാർമ്മികമായി വളർത്തി വലുതാക്കാൻ ഉത്തരവാദിത്വപ്പെട്ട നമ്മുടെ അധ്യാപകരെ, മുതിർന്നവരെല്ലാം നമ്മൾ അനുസരിക്കണം. അവരെല്ലാം നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരിക, അല്ലേ? നമ്മുടെ അധ്യാപകരാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, അവരെല്ലാം നമ്മളെ നല്ല രീതിയിൽ നമ്മൾ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? അങ്ങ് നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ടീച്ചർമാരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഒക്കെ നിങ്ങൾ നന്മയെ കരുതിയാണത് പറയുക, അല്ലേ? അതുകൊണ്ട് ദൈവം ധാർമ്മികമായി നല്ല രീതിയിൽ വളർന്നു വരുവാൻ ആഗ്രഹിച്ച് നമ്മളെ ആരെ ഏൽപ്പിക്കുന്നുവോ അവരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് കടമയുണ്ട്. എന്നാൽ മുതിർന്നവരാണെങ്കിലും തെറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി പ്രേരിപ്പിച്ചാൽ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ മനസാക്ഷിയുണ്ട്, ദൈവത്തിൻ്റെ സ്വരമുണ്ട്. ദൈവത്തിൻ്റെ സ്വരം നമ്മളോട് പറയുകയാണത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ധാർമ്മികമായി അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മുതിർന്ന ഒരാൾ തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പസ്തോല പ്രവർത്തനത്തിലൊരു വചനം അങ്ങൾ ഓർക്കുക. അവർ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് സ്ലീഹന്മാരെ തടസ്സപ്പെടുത്തി. ഇനി ഈശോയെക്കുറിച്ച് പറയരുതെന്ന് അവരോട് പറഞ്ഞു. പക്ഷേ സ്ലീഹന്മാർ അവർ കണ്ട സത്യം, അവരനുഭവിച്ച ഈശോയെക്കുറിച്ച് പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ സ്ലീഹന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ മനുഷ്യരെയല്ല ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഒന്നാമതായി അനുസരിക്കേണ്ടത് ആരെയാ? ദൈവത്തെയാണ്. പിന്നീട് ദൈവം അധികാരം കൊടുത്തിട്ടുള്ളവർ, ദൈവം ഏൽപ്പിച്ച നമ്മുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും മറ്റ് ആത്മീയ പിതാക്കന്മാരെയെല്ലാം നമ്മൾ അനുസരിക്കണം. പക്ഷെ തെറ്റ് ചെയ്യാൻ ആര് പറഞ്ഞാലും നമ്മൾ നമ്മുടെ മനസാക്ഷി അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകും. ദൈവത്തിൻ്റെ സ്വരം നമ്മളെപ്പോഴും കേൾക്കണം. ദൈവം പറയുന്നതിന് ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുക്കണം, കേട്ടോ. അതാണ് ഇതിന് ഉള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം ആരുടേതാണ്? ഞങ്ങൾ അനുസരിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമോ? നല്ല ചോദ്യമാണ്. അനുസരണമാണ് ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ താക്കോൽ. നമ്മളൊരു വചനം ബൈബിളിൽ കേട്ടിട്ടില്ലേ? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ബൈബിളിൽ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒത്തിരി ആളുകളുടെ സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? അബ്രഹാം എന്ന് പറയുന്ന ആളെ ഓർമ്മയില്ലേ? നിങ്ങൾ വേദോപദേശ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതല്ലേ? തൻ്റെ ഏക മകനെ ബലിയർപ്പിക്കാൻ ആയിട്ട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം ഒരു സംശയം കൂടാതെ ദൈവത്തിനെ വിശ്വസിക്കുകയും ദൈവഹിതമനുസരിച്ച്
മകനെ ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് യാത്രയായ സംഭവമൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. ദൈവം പറയുന്നതിനെ പൂർണ്ണമായും വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത അബ്രഹാം പിന്നീട് വിശ്വാസികളുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു അല്ലേ? ആ മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ആ ബലിയർപ്പണത്തിൽ നിന്ന് അബ്രഹാത്തിനെ ദൈവം തടയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും നമ്മൾ യെസ് പറയുമ്പോൾ, നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാം ഉയർത്തപ്പെട്ടത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് 100% ആഗ്രഹിച്ചവളാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് ആദ്യം ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല അല്ലേ? നമ്മൾ വായിക്കുന്നില്ലേ? എങ്കിലും പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മ പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങി ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? പരിശുദ്ധ അമ്മയിലൂടെ രക്ഷ, ഈശോ ഈ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് പോലും വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു താക്കോലായിട്ട് നിലകൊള്ളുന്ന കാര്യം. അനുസരിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾ മാതാപിതാക്കന്മാരനുസരിക്കുമ്പോൾ, നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുതിർന്നവർ പറയുമ്പോൾ അനുസരിക്കുമ്പോഴൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേരാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അനുസരണം എന്ന ആ വലിയ കാര്യം എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കണം. ഓക്കെ അങ്കിളെ, അനുസരണം കുട്ടികൾക്ക് മാത്രമുള്ളോ? ഒരിക്കലുമല്ല. അനുസരിക്കുക എന്നുള്ളത് ദൈവത്തിലായിരിക്കുന്നവരുടെ, ദൈവം വിളിച്ചവരുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സുവിശേഷ ഉപദേശങ്ങളായി പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. 1 ദാരിദ്ര്യം, 2 ബ്രഹ്മചര്യം, 3 അനുസരണം. നമ്മൾ അച്ഛനാകാൻ പോകുന്നവരും സിസ്റ്റേഴ്സാകാൻ പോകുന്നവരുടെയൊക്കെ ജീവിതത്തിൽ അവരെടുക്കുന്ന 3 വ്രതങ്ങളാണ്. ദാരിദ്ര്യവ്രതം, അതുപോലെ തന്നെ ബ്രഹ്മചര്യം, 3 അനുസരണം. അനുസരണം ഒരു വ്രതമായിട്ടാണ് അവർ എടുക്കുന്നത്. അതുകൊണ്ട് അനുസരിക്കുക എന്നുള്ളത് കുട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഈ ലോകത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ദൈവത്തെ അനുസരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സഭയെ അനുസരിക്കണം. സഭയുടെ നിയമങ്ങൾ, സഭാ അധികാരികളെ അനുസരിക്കണം. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും, ഭാര്യാഭർത്തൃബന്ധത്തിലുള്ള അനുസരണം. കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത് പോലെ തന്നെ അപ്പനും അമ്മയും പരസ്പരം കുടുംബജീവിതത്തിലെ പല കാര്യങ്ങളും വിധേയപ്പെട്ടും പരസ്പരം കൂടിയാലോചിച്ചും അനുസരണമെന്ന ആ പുണ്യത്തിൽ അവർ ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം കൂടുതലായിട്ട് അനുഗ്രഹപ്രദമാകുന്നത്. അതുപോലെ തന്നെ വിവിധ ജീവിതാവസ്ഥകൾ ജീവിക്കുന്നവർ എല്ലാവരും തന്നെ അനുസരണമെന്ന ഈ ദൈവവിളി സ്വീകരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഞാൻ അങ്കിൾ നേരത്തെ പറഞ്ഞതുപോലെ അനുസരണം അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് അങ്കിൾ പറഞ്ഞല്ലോ. അതുപോലെ വിവിധ ജീവിതാവസ്ഥകളുള്ളവർ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും മരണം വരെയും അനുസരണമെന്ന വലിയ ദൈവത്തിൻ്റെ ആ വിളി സ്വീകരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും തന്നെ അനുസരിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, അവരുടെ ജീവിത സാഹചര്യങ്ങളോടുള്ള ജീവിത ക്രമങ്ങളോട്, നിയമങ്ങളോട് അനുസരിക്കാനായിട്ട് പ്രത്യേകമായ കടമയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം, അങ്ങനെ കൂടുതലായിട്ട് അനുഗ്രഹം പ്രാപിക്കണം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണതെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അനുസരണം വഴിയായി നല്ല മക്കളാകാൻ, ഈ ലോകത്തിൽ ദീർഘകാലം ജീവിക്കാൻ, നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ കൈവരാൻ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ ഈ ലോകത്ത് ദീർഘകാലം ജീവിക്കുമെന്നാണ് പറയുന്നത്. അവൻ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കും, അവന് ദീർഘായുസ് ലഭിക്കും, അതുപോലെ തന്നെ നന്മ കൈവരും എന്നാണ് വചനം. അനുസരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, അനുസരണം എന്ന പുണ്യം നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ചു, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ
ഈശോയ്ക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറായിരുന്നു. ഈശോ എന്താ ചെയ്തത്? എൻ്റെ ഹിതമല്ല പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്നും പറഞ്ഞ് അത് ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി മരിച്ചു. ഈ ലോകത്തിലെ ആദ്യത്തെ പാപം എന്താണ്? അനുസരണക്കേട്. ആദവും ഹവ്വയും നമ്മുടെ ആദ്യ മാതാപിതാക്കൾ, അവർ ചെയ്ത അനുസരണക്കേട് കൊണ്ടാണ് ഈ ലോകത്തേക്ക് പാപം വന്നത്. പാപവും മരണവും. ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ ഈശോയും. അപ്പോൾ ഇനി നമ്മൾ അനുസരിക്കുവാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമോ? ഇനി നമുക്കൊരു ടെസ്റ്റ് മണി കേൾക്കാം. അനുസരണം കൊണ്ട് ഉണ്ടായൊരു നല്ല അനുഭവം. അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുഖജപേറ്റ് പറയാം. കൊളോസോസ് 3-ാം അധ്യായം 20-ാം വാക്യം. കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. ഇനി സുകൃത ജപം. കർത്താവേ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് 8 വയസ്സ് പ്രായമായപ്പോഴാണ് ആദ്യത്തെ കുർബാന സ്വീകരിക്കുന്നത്. ആ ആദ്യത്തെ കുർബാന സ്വീകരിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന കഴിഞ്ഞ് ആദ്യമായി അപ്പൻ എന്നോട് പറയുന്നത്, നീ ഇന്നു മുതൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ദിവ്യകാരണം സ്വീകരിക്കണം. പിന്നെ കൂടാതെ അത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് ഇന്നും അത് പാലിച്ചുകൊണ്ട് പോയാൽ ഇന്നിപ്പോൾ 86 വയസ്സുണ്ട്. പക്ഷേ ഈ കാലം അത്രയും ഇത് പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ പോയി താമസിച്ചാലും, എവിടെയാണെങ്കിലും, പള്ളി ഏത് അകലത്തിലാണെങ്കിലും അടുത്താണെങ്കിലും ഒരു ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോവുക എന്നുള്ളതും ആ ദിവ്യകാരണം സ്വീകരിക്കുക എന്നുള്ളതും ഞാൻ സ്ഥിരമായിട്ട് ഇന്നും അത് അനുവർത്തിക്കാൻ. അതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതേ സംബന്ധിച്ച് അന്ന് ആപ്പൻ അത് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്കൊരു കവചം, ഒരു രക്ഷാ കവചം പോലെ എന്നെ എപ്പോഴും അത് മൂടിയിരുന്നു. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് പഠിക്കാം. അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃജപേറ്റ് പറയാം. കൊളോസോസ് 3-ാം അധ്യായം 20-ാം വാക്യം. കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. ഇനി സുകൃജപം. കർത്താവേ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കതിനു മുമ്പ് ഒന്നും കൂടെ വചനവും സുകൃജപവും ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കൊളോസോസ് 3-ാം അധ്യായം 20-ാം വാക്യം. കുട്ടികളെ
കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. ഇനി സുകൃതജപം. കർത്താവേ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. പിന്നെ തൊട്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയൊക്കെ അനുസരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കാൻ വേണം. ഇന്നത്തെ സുകൃതജപം ഏറ്റു പറഞ്ഞാൽ മതി. അത് നമ്മൾ സഹായം തേടുകയാണ് ഈശോയോട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.